കായംകുളം നഗരസഭയിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അവധിയിൽ പോയിരിക്കുന്നത് പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാക്കിയെന്ന് ആക്ഷേപമുയർന്നു. നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്ന് ആരോപിച്ച് UDF കൗൺസിലർമാർ സത്യാഗ്രഹ സമരത്തിലേക്ക് കടന്നു. LDF ഭരണത്തിന് കീഴിൽ നടക്കുന്ന വിവാദമായ പല പദ്ധതികളിലും കൂട്ടുനിന്നാൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് ഭയന്നാണ് നഗരസഭാ സെക്രട്ടറി അവധിയിൽ പോയിരിക്കുന്നതെന്ന് UDF കൗൺസിലർമാർ ആരോപിച്ചു. കായംകുളം നഗരസഭയിൽ നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അവധിയിൽ പോയിരിക്കുന്നത് നഗരസഭയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന ആക്ഷേപമായിരുന്നു. ഇതിനിടയിൽ 1-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യവസായ സ്ഥാപനം പൂട്ടണമെന്ന് നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചെങ്കിലും കോടതിയിൽ കേസുള്ളതിനാൽ സെക്രട്ടറി ഇതിന് അനുകൂല തീരുമാനം എടുക്കാത്തത് വിവാദത്തിലേക്കും പോകുന്നു. ഭരണ നേതൃത്വവും സെക്രട്ടറിയും തമ്മിലുള്ള ശീതസമരം നിലനിൽക്കുകയാണെന്ന ആക്ഷേപം ശക്തിപ്പെടുകയും ചെയ്യുന്നു. അതേസമയം കായംകുളം നഗരസഭയിൽ ഭരണസ്തംഭനം ഉണ്ടെന്നാരോപിച്ചുകൊണ്ട് UDF കൗൺസിലർമാർ സത്യാഗ്രഹ സമരത്തിലേക്ക് കടന്നു. LDF ഭരണത്തിന്റെ കീഴിൽ നടക്കുന്ന വിവാദമായ പല പദ്ധതികളിലും കൂട്ടുനിന്നാൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് ഭയന്നാണ് കഴിഞ്ഞ 10 ദിവസമായി നഗരസഭാ സെക്രട്ടറി അവധിയിൽ പോയിരിക്കുന്നതെന്ന് UDF കൗൺസിലർമാർ പറഞ്ഞു. കഴിഞ്ഞ 10 ദിവസമായി നഗരസഭാ സെക്രട്ടറി ലീവിൽ പോയിട്ടു. അതിനെ തുടർന്ന് ഇവിടുത്തെ AXക്ക് ചാർജ് കൊടുത്തു. തൊട്ടടുത്ത ദിവസം AXയും ലീവ് എടുത്തു. അതിനുശേഷം 2 സൂപ്രണ്ടുമാർ, ഒന്ന് ജനറൽ സൂപ്രണ്ട് ചാർജ് കൊടുത്ത ദിവസം ജനറൽ സൂപ്രണ്ട് ലീവ് പോയി. അവസാനമായി ചാർജ് കൊടുക്കാനുണ്ടായിരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ റവന്യൂ സൂപ്രണ്ടാണ്. ആ റവന്യൂ സൂപ്രണ്ടും ലീവ് എടുത്തു പോകുന്ന വിചിത്രമായ ഒരു കാഴ്ച ഈ കായംകുളം നഗരസഭയിലല്ലാതെ ഒരു നഗരസഭയിലും ഉണ്ടാവില്ല. കാരണം വിവാദമായ പല വിഷയങ്ങളിലും ഈ സെക്രട്ടറിമാർ തീരുമാനം എടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ലീവിൽ പോകാൻ കാരണം. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നഗരസഭ വിവാദമായ ഒരു കൗൺസിൽ നടന്നത്. സാധാരണഗതിയിൽ 72 മണിക്കൂർ കഴിഞ്ഞാൽ ഓരോ കൗൺസിലർമാർക്കും ആ ദിവസത്തെ മിനിറ്റ്സ് കൊടുക്കണമെന്നാണ്. ആ കൗൺസിലിൻ്റെ മിനിറ്റ്സ് കൊടുക്കണം. ഇന്ന് 6 ദിവസം കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് ആർക്കും മിനിറ്റ്സ് കിട്ടിയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം പറയുന്നത് സെക്രട്ടറി ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഇപ്പം ഇന്ന് JDക്ക് ഇതിനെക്കുറിച്ച് പരാതി കൊടുത്തിട്ട് നിൽക്കുന്നവരാണ്. ഓരോ ദിവസവും കയറി ഇറങ്ങി മിനിറ്റ്സ് ചോദിക്കുമ്പോൾ അതൊരു വിവാദമായ മിനിറ്റ്സാണ്. കാരണം സ്വാഭാവികമായിട്ടും ആ കൗൺസിലിൽ വന്നതാണ് വഴിയില്ലാത്ത സ്ഥലം ITക്ക് വേണ്ടി എടുക്കുക എന്നുള്ളത്. അതൊരു മുണ്ടാക്കണ്ടമാണ്. അതിന് വഴിയില്ലാതെ എടുത്തു കഴിഞ്ഞാൽ നിയമപരമായി സെക്രട്ടറി വിജിലൻസ് അന്വേഷണം നേരിടേണ്ടി വരും, പ്രതിയാകേണ്ടി വരുമെന്ന് സെക്രട്ടറിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സെക്രട്ടറി ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിയിരുന്നു. അതിനുശേഷം പലരെയും കയറ്റിയിരുത്തിയിട്ട് പോലും ആർക്കും ഇത് ചാർജ് എടുക്കാം. ഇപ്പോൾ പദ്ധതി തീരാറാകുകയാണ്. കായംകുളം നഗരസഭ 260ഓളം പദ്ധതികൾ, ചെറുതും വലുതുമായ പദ്ധതികൾ നടക്കാനുണ്ട്. ആ നടക്കാനുള്ള പദ്ധതി ദ്രുതഗതിയിൽ നടക്കേണ്ട ഒരു സമയത്താണ് സെക്രട്ടറിയും ഇവരെല്ലാം ലീവ് എടുത്ത് പോയിരിക്കുന്നത്. പകരം ചുമതല നൽകിയ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ചാർജ് എടുക്കാതെ അവധിയിൽ പോയിരിക്കുകയാണ്. അടുത്ത് ചാർജ് എടുക്കേണ്ട ജനറൽ സൂപ്രണ്ടും റവന്യൂ സൂപ്രണ്ടും അവധിയിൽ പോയ വിചിത്ര സംഭവ വികാസങ്ങളാണ് നഗരസഭയിൽ നടക്കുന്നതെന്നും കൗൺസിലർമാർ പറഞ്ഞു. 1-ാം വാർഡിലെ ഈ പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റ് അടച്ചുപൂട്ടുന്നതിന് വേണ്ടി കൗൺസിൽ തീരുമാനിച്ചിരുന്നു. അത് കോടതിയുടെ വിധിപ്രകാരം അത് അടച്ചുപൂട്ടാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിയമോപദേശം തേടിക്കൊണ്ടാണ് സെക്രട്ടറി അവധിയിൽ പോയത്. അതിനുശേഷം 3 ഉദ്യോഗസ്ഥർക്ക് ചാർജ് മാറി കൊടുത്തുവെങ്കിലും അവരാരും ചാർജ് എടുക്കുവാൻ തയ്യാറായില്ല. ഇതെല്ലാം കുഴപ്പങ്ങൾ മനസ്സിലായിക്കൊണ്ട് അവർ ഒഴിഞ്ഞു നിൽക്കുകയാണ്. തന്മൂലം ഇവിടെ വരുന്നത് വാർഷിക പദ്ധതി നടപ്പിലാക്കുന്നതിന് AXC TS ആക്കേണ്ട പല പദ്ധതികളും AXCയും അവധിയിൽ പോയതോടുകൊണ്ട് അത് നടക്കുന്നില്ല. ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ വളരെ തുച്ഛമായ ഫണ്ടാണ് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. പ്ലാൻ ഫണ്ട് വന്നത് ഇവരെ രഹസ്യമായിട്ട് LDFന്റെ കുറേ കൗൺസിലർമാർക്കും പ്രത്യുപകാരം എന്ന നിലയിൽ മറ്റു ചിലർക്കും ലക്ഷക്കണക്കിന് രൂപ ഫണ്ട് നീക്കിവെച്ചിരിക്കുകയാണ്. അത് കൗൺസിലർമാരോ ബന്ധപ്പെട്ടവരോ ആരും പറഞ്ഞില്ല. വിവാദമായ ITI സ്ഥലം ഏറ്റെടുപ്പ്, 1-ാം വാർഡിലെ പ്ലാസ്റ്റിക് പൊടിക്കുന്ന യൂണിറ്റ് പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവയെല്ലാം നിയമ നടപടികളിലേക്ക് പോകുമെന്നും ഉള്ളതുകൊണ്ട് സെക്രട്ടറിയും പകരം ചാർജ് എടുക്കേണ്ടവരും അവധിയിൽ പോയിരിക്കുന്നത് നഗരസഭയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് കൗൺസിലർമാർ പറയുന്നത്. ഭരണത്തിന്റെ അവസാന നാളുകളിൽ LDF ഭരണ നേതൃത്വം നടത്തുന്ന തീവട്ടിക്കൊള്ളയിൽ നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ള നിയമോപദേശം ലഭിച്ചതാണ് ഇവരെല്ലാം അവധിയിൽ പോകുവാൻ കാരണമായതെന്നും കൗൺസിലർമാർ പറഞ്ഞു. നഗരസഭയിൽ CPM ഭരണ നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതിക്കെതിരെ വിജിലൻസിന് പരാതി നൽകുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും UDF കൗൺസിലർമാരായ AP ഷാജഹാൻ, ബിധു രാഘവൻ തുടങ്ങിയവർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.